മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണണം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത സ്നേഹം വേണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു തആല ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മെ ഇഷ്ടപ്പെടാനുള്ള, നമ്മെ അറിയാനുള്ള വഴികളാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അറിയാൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സ്നേഹിക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ? അല്ലാഹുവേ പടച്ചറബ്ബേ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ചൊല്ലലാണ്. അങ്ങനെ നമ്മൾ സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മോട് വല്ലാത്ത സ്നേഹമാണ്. ആ മുത്തുനബി നമ്മളെ ഇങ്ങനെ അറിയുകയാണ്. കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ചാരത്ത്, ആ പരിശുദ്ധമായ റൗള ശരീഫിന്റെ ചാരത്ത് അല്ലാഹു തആല ഒരു മലക്കിനെ അവിടെ നിന്ന് നിയോഗിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ആ മലക്ക് അവിടെ നിന്ന് പറയുകയാണ്, നമ്മളൊന്ന് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, പടച്ചവനെ, നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ പേര്, നമ്മുടെ പിതാവിന്റെ പേര് കൂട്ടിക്കൊണ്ട് പറയുമത്ര നബിയേ, ഇന്നാലിന്ന വ്യക്തിയുണ്ടല്ലോ നബിയേ, നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ എന്നവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മെ വല്ലാതെ അറിയുമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ മുത്തുനബി നമ്മളെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലാഹുവേ, അവിടെ നിന്ന് നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മൾ അറിയുന്നതാണ്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളെ അറിയാനുള്ള മനസ്സ്, ഞങ്ങൾക്ക് അതിനെ പ്രവർത്തിക്കാനുള്ള മനസ്സ് നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഹൈസുമാ കുന്തും ഫസല്ലൂ അലയ്യ ഫഇന്ന സ്വലാത്തകും തബ്ലുഗനി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എപ്പോൾ എവിടെ നിന്നാണ് എൻ്റെ പേരിൽ, എപ്പോഴാണ് എൻ്റെ പേരിൽ, എവിടെ നിന്നാണ് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത്, ആ സ്വലാത്ത് ചൊല്ലുന്നത് ഞാൻ എവിടെയാണെങ്കിലും അറിയുമല്ലോ. നമ്മൾ ഏത് രാജ്യത്ത് പോയിട്ട് ചൊല്ലിയാലും, ഏത് റൂമിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ പോയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും, ആ സ്വലാത്ത് ചൊല്ലുന്നതിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നതാണ് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ഇനിയോ ആരെങ്കിലും അങ്ങനെ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് പറയുന്നത് നോക്കൂ, മൻ സല്ല അലയ്യ മിൻ ഉമ്മതി, എന്റെ പേരിലെങ്ങാനും എന്റെ ഉമ്മത്തികളിൽ പെട്ട ആരെങ്കിലും അവിടുന്ന് സ്വലാത്ത് ചൊല്ലിയാൽ നിഷ്കളങ്കമായി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഹബീബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഹബീബിലേക്ക് എന്റെ സ്വലാത്ത് എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആ മുത്തുനബി എന്നെ കാണണം, ആ മുത്തുനബി എനിക്ക് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാർത്ഥമായിട്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും അവിടെ സ്വലാത്ത് ചൊല്ലിയാൽ
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തആല അവന്റെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. മാത്രമല്ല 10 ദറജകൾ അല്ലാഹു തആല അവനിക്ക് ഉയർത്തുന്നതാണ്. മാത്രമല്ല 10 നന്മകൾ അല്ലാഹു തആല നിന്നിലേക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. 10 തിന്മകൾ അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. എന്താ പറഞ്ഞത്? ഒരാളൊരു സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലിയാൽ അല്ലാഹു അവന്റെ 10 സ്വലാത്തിന്റെ പ്രതിഫലം എഴുതും. മാത്രമല്ല 10 സ്വലാത്ത് അവന്റെ പേരിൽ ചൊല്ലുകയും 10 ദറജ ഉയർത്തുകയും 10 നന്മകൾ അവനിക്ക് അല്ലാഹു തആല അവന്റെ നന്മകൾ വർദ്ധിപ്പിക്കുകയും 10 തിന്മകൾ അല്ലാഹു തആല മായ്ച്ചു കളയുകയും ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. തീർന്നില്ല, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. അതിന് പ്രചോദനമായിട്ട് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മുടെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ആ മിഹ്റാബിൽ കയറികൊണ്ട് നമ്മുടെ ഖതീബ് ഓതുന്ന ഒരു ആയത്തുണ്ട്. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ എല്ലാ ദിവസവും അവിടെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ആയത്താണ്. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്ത് ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി. ഞാനും എൻ്റെ മലക്കുകളും എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചൊല്ലുന്നുണ്ട്, എൻ്റെ മലക്കുകൾ ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ചൊല്ലണേ എന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്താൻ. ഇത് സ്വലാത്ത് ചൊല്ലാനുള്ള നന്മയാണ് അല്ലേ? ഈ സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് ഉപകരിക്കുമല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നാളെ സഭയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ വാപ്പ കണ്ടാലറിയാത്ത, ഉമ്മ കണ്ടാലറിയാത്ത, മക്കള് കണ്ടാലറിയാത്ത, സ്നേഹിക്കുന്ന ഭർത്താവും ഭാര്യ പോലും തിരിച്ചറിയാൻ കഴിയാത്ത മഹ്ശറയിൽ അവിടുന്ന് നമുക്ക് തുണയാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ എല്ലാ പ്രവാചകന്മാരും നമ്മളെ കഴിയുന്ന സമയം, എല്ലാവരും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന സമയം, എന്നാൽ അവിടെ നമ്മളെ സ്വീകരിക്കാൻ, നമ്മളെ കാണാൻ, നമ്മളെ അറിയാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മളിലേക്ക് കടന്നു വരുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറയിലുണ്ടല്ലോ. പഠിച്ചവനെ നമ്മളെ അറിയുകയാണ്, നമ്മളെ കാണുകയാണ്. മനസ്സിലായോ? എന്നിട്ടോ നമുക്ക് ശഫാഅത്ത് നൽകാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ കാണുമല്ലോ. എങ്ങനെയാണ് അറിയുന്നത്? സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ, എല്ലാ ദിവസവും ഹബീബിലേക്ക് സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയുമല്ലോ, പടച്ചവനെ എനിക്ക് സ്വലാത്ത് ചൊല്ലിയാണ്, എനിക്ക് സ്വലാത്ത് ചൊല്ലിയവനാണവൻ, അല്ലെങ്കിൽ എനിക്ക് സ്വലാത്തുകൾ അധികരിപ്പിച്ചവളാണവൾ എന്ന് നമ്മളെ നോക്കിക്കൊണ്ട് പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്.
അതുകൊണ്ടല്ലേ അവിടെയല്ലേ നമ്മൾ വിജയിക്കേണ്ടത്, അവിടെയല്ലേ നമ്മൾ സന്തോഷിക്കേണ്ടത്, അവിടെയല്ലേ നമ്മൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം നമ്മൾ അറിയുന്നത്. നമുക്കാരും തന്നെ അവിടെ പ്രയോജനപ്പെടൂല. ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ എന്റെ പ്രിയമുള്ളവരെ, ഏത് പ്രശ്നത്തിൽ പെട്ടാലും നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാം. എന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ എന്തുണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ചെയ്ത അമലുകൾ മാത്രമാണ് നമുക്ക് തുണ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. പടച്ചോനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്, നന്മയിലാകി ചേർക്കണേ തമ്പുരാനെ.